എന്താണ് റാപ്പിഡ് റെസ്പോൺസ് ടീം? എന്തിനാണ് ഹോസ്പിറ്റലിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം അല്ലെങ്കിൽ RRTന്റെ ആവശ്യമുള്ളത്? എപ്പോഴാണ് RRT ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? കോഡ് RRT ആക്ടിവേറ്റ് ചെയ്താൽ ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ റെസ്പോൺസ്? നിങ്ങൾ RRT ടീമിന്റെ മെമ്പർ ആണെങ്കിൽ നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മിഥുൻ മോഹൻ, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫോർ ഡിസ്കഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം അല്ലെങ്കിൽ RRTനെ കുറിച്ചാണ്. ലെറ്റ്സ് ബിഗിൻ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തിനാണ് നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ ആവശ്യമുള്ളത്? നമുക്കറിയാം, നമ്മൾ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് പേഷ്യൻസ്, ഒരു 99% പേഷ്യൻസും സ്റ്റേബിൾ പേഷ്യൻസ് ആയിരിക്കും. നമ്മൾ അൺസ്റ്റേബിൾ പേഷ്യൻസിനെ അധികവും ICUലേക്ക് അഡ്മിറ്റ് ചെയ്യാറുള്ളത്. വളരെ ചുരുക്കം പേഷ്യൻസ്, ചിലവർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കാരണം ICU അഫോർഡബിൾ അല്ലെങ്കിൽ മാത്രം നമ്മൾ ചിലപ്പോൾ അവരെ റിസ്ക് എല്ലാം പറഞ്ഞതിന് ശേഷം വാർഡിൽ കിടത്താറുണ്ട്. എന്നാലും മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് സ്റ്റേബിൾ ആയിരിക്കും. വാർഡിലെ പേഷ്യൻസ് സ്റ്റേബിൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ കണ്ടീഷൻ മോശമാവാം. അവരുടെ അണ്ടർലൈങ് ഡിസീസ് കാരണമൊക്കെ ആവാം, അതിന്റെ സിവിയറിറ്റി കാരണമാവാം, അവരുടെ കണ്ടീഷൻ പതുക്കെ മോശമാവാം. ഈ പേഷ്യൻസിന് ചിലപ്പോൾ കാർഡിയക് അറസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇനി നിങ്ങളുടെ വാർഡിൽ ഒരു പേഷ്യന്റ് കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡ് ഏതാണ്? അതാണ് കോഡ് ബ്ലൂ. ഓക്കെ, നിങ്ങൾ ഉടനെ CPR സ്റ്റാർട്ട് ചെയ്യുന്നു. കാർഡിയക് അറസ്റ്റ് ഐഡന്റിഫൈ ചെയ്തായി നിങ്ങൾ ഉടനെ CPR സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആസ് വെൽ ആസ് നഴ്സസ്, മെയിൻലി ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ICU, അതർ വാർഡ്സ്, നിങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ എത്തുന്നു വിത്ത് നെസസറി എക്യുപ്മെന്റ്സ് ഓൾസോ. ഓക്കെ, കാരണം പേഷ്യന്റിന് നമുക്ക് ഹൃദയം ഏതാന്ന് നോക്കണം, ഡീഫിബ്രിലേഷൻ ഒക്കെ കൊടുക്കണം. അപ്പൊ ഡീഫിബ്രിലേറ്റർ ഒക്കെ അവിടെ കൊണ്ടുവരണം, ക്രാഷ് കാർട്ട് അവിടെ കൊണ്ടുവരണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ടീം അവിടെ പെർഫോം ചെയ്യുന്നു. ഓക്കെ, അവർ ACLS ഗൈഡ് ലൈൻ ഉപയോഗിച്ച് പേഷ്യന്റിനെ റിസസിറ്റേറ്റ് ചെയ്യുന്നു. പൾസ് തിരിച്ചു കിട്ടിയതിന് ശേഷം പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്താൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വാർഡിൽ കിടത്തുന്ന സ്റ്റേബിൾ പേഷ്യൻസ് വളരെ സഡൻ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവുന്ന വളരെ ചുരുക്കം പേർക്കേ ഉണ്ടാവുള്ളൂ. അധികം പേഷ്യൻസും ഒരു അൺസ്റ്റേബിൾ ഫേസിലൂടെ പോയതിനു ശേഷം മാത്രമേ പേഷ്യൻസ് കാർഡിയക് അറസ്റ്റിലേക്ക് പോവാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ പേഷ്യൻസിനെ ഈ ഒരു സ്റ്റേബിൾ ഫേസിൽ നിന്നും അൺസ്റ്റേബിൾ ആവുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേഷ്യന്റിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ, തിരിച്ച് സ്റ്റേബിൾ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർഡിയക് അറസ്റ്റിലേക്ക് പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കേണ്ടതാണ്. ഓക്കെ, അതാണ് റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ. കാരണം ഈ പേഷ്യൻസിന് അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പേഷ്യൻസിന് വേണ്ടത് ഇന്റൻസീവ് കെയർ ആണ് വേണ്ടത്. ഓക്കെ, ഇല്ലെങ്കിൽ ആ പേഷ്യന്റ് കാർഡിയക് അറസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സാവകാശം കിട്ടണമെന്നില്ല. ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ പേഷ്യന്റ് കാർഡിയക് അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ICUയിൽ ബെഡും ഒക്യുപ്പൈഡ് ആവാം, ബെഡ് റെഡി ആവാൻ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് പേഷ്യന്റിന് ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ എത്തിക്കുക, പേഷ്യന്റിനെ കഴിയുന്നതും സ്റ്റെബിലൈസ് ചെയ്യുക, അതിനുശേഷം മാത്രം ICUലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, കാർഡിയക് അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ഔട്ട്കം വളരെ മോശമാണ്. അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും പേഷ്യന്റിനെ കാർഡിയക് അറസ്റ്റിലേക്ക് പോകുന്നത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ നീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഷ്യൻസ് ഹു ആർ ഡിറ്റീറിയറേറ്റിംഗ് ഇൻ ദ വാർഡിൽ ഡിറ്റീറിയറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവുന്ന പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇനി നമ്മൾ കോഡ് ആക്ടിവേറ്റ് ചെയ്യുക, കോഡ് RRT ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന് നമ്മൾ ക്രിട്ടിക്കൽ കെയർ, അതായത് ഇന്റൻസീവ് കെയർ പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ ആ വാർഡിൽ വെച്ച് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ? ടു പ്രിവെന്റ് കാർഡിയക് അറസ്റ്റ് ആസ് വെൽ ആസ് ഡെത്ത്. ഓൾറൈറ്റ്, നമ്മൾ US പോപ്പുലേഷനിൽ ചെയ്ത സ്റ്റഡിയിൽ വേറെ തന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർഡിയക് അറസ്റ്റ് പോയി കഴിഞ്ഞാൽ, അതായത് ഇൻ ഹോസ്പിറ്റൽ കാർഡിയക് അറസ്റ്റ് പോയി കഴിഞ്ഞാൽ സർവൈവൽ 25% ഉള്ളൂ. 25% ആൾക്കാരെ സർവൈവ് ചെയ്യൂ. അതായത് 25 പേര് 100 പേരിൽ സർവൈവ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിലും
മോശമായിരിക്കാം. അപ്പൊ എപ്പോഴും കാർഡിയക് അറസ്റ്റ് പോവാണ്ട് നോക്കുക എന്നുള്ളതാണ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് RRTയും കോഡ് ബ്ലൂ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ? കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുക? ഒരു പേഷ്യന്റ്, വാർഡിലെ പേഷ്യന്റ് അല്ലെങ്കിൽ ICUവിന്റെയോ EDയിലെയോ അല്ലാത്തൊരു പേഷ്യന്റ്. ICUവിനും EDയിലാണെങ്കിലും നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിനുള്ള സ്റ്റാഫ് ഉണ്ട്. ഒരു പേഷ്യന്റിന് കാർഡിയക് അറസ്റ്റ് പോയി കഴിഞ്ഞാൽ റിസിറ്റ് ചെയ്യാനുള്ളത്. പക്ഷെ വാർഡില് ബാക്കി ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ, ചിലപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാവാം, ചിലപ്പോൾ ലാബിലാവാം, അവിടെയൊക്കെ വെച്ച് ഒരു പേഷ്യന്റ് സഡൻ കാർഡിയക് അറസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോഡ് ബ്ലൂ ടീമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോഡ് RRT എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? ഒരു പേഷ്യന്റ് സിക്ക് ആവുന്നു, നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ കോഡ് RRT ആക്ടിവേറ്റ് ചെയ്യുക. രണ്ടും ICUവിന്റെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും പുറത്തുള്ള സ്ഥലങ്ങൾ, അതായത് വാർഡിലാണ് കോഡ് RRT ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം വേണ്ടത്? കോഡ് ബ്ലൂ കോഡ് RRTയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? അതായത് ക്രൈറ്റീരിയ ഫോർ ആക്ടിവേറ്റിംഗ് RRT. ഓക്കെ, ആദ്യം നമുക്ക് അഡൽട്സിൽ നോക്കാം, കാരണം അഡൽട്സിലും പീഡിയാട്രിക്കിലും വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് അൺസ്റ്റേബിൾ ആയി അല്ലെങ്കിൽ സിക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്? ഇത് മെയിൻലി പേഷ്യന്റിന്റെ വൈറ്റൽസ് അനുസരിച്ചാണ്, ഇല്ലേ? നമ്മൾ വൈറ്റൽസ് എന്ന് പറയാൻ എന്താ കാരണം? കാരണം ദേ ആർ വൈറ്റൽ ഫോർ അവർ സർവൈവൽ. ഓക്കെ, അതായത് BP ഫോൾ വരിക, സാച്ചുറേഷൻ ഫോൾ വരിക, അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് വളരെ കൂടുക, ഹാർട്ട് റേറ്റ് വളരെ കൂടുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോവുക, പേഷ്യന്റിന്റെ സെൻസോറിയം മോശമാവുക. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാധാരണ മനസ്സിലാക്കാറ് ഒരു പേഷ്യന്റ് സിക്ക് ആവുന്നുണ്ടോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അഡൽട്സിലും പീഡിയാട്രിക്കിലും നമുക്ക് വൈറ്റൽസ് ഡിഫറൻസ് ഉണ്ട്. കാരണം പീഡിയാട്രിക്കില് ഏജ് അനുസരിച്ച് നോർമൽ വൈറ്റൽസിന് വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലൊരു ഫിക്സഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഇല്ല എപ്പോഴാണ് നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്രൈറ്റീരിയ ആണ്. ഇത് ഹോസ്പിറ്റൽസിനനുസരിച്ചിട്ട് ചിലപ്പോൾ മൈനർ വേരിയേഷൻസ് ഉണ്ടാവാം. ഓക്കെ, എന്നാലും മെജോറിറ്റി ഓഫ് ദി ക്രൈറ്റീരിയ ഇസ് സ്റ്റിൽ ദ സെയിം. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം അഡൽട്സിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എ ഡിറ്റീറിയേഷൻ ഇൻ സെൻസോറിയം. ഓക്കെ, അതായത് ഒരു ന്യൂ ഓൺസെറ്റ് കൺഫ്യൂഷൻ ഉണ്ടാവുക. പേഷ്യന്റ് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഭയങ്കര ക്ഷീണം പോലെ എന്തൊക്കെയോ പിച്ചും പേയും പറയാണ്, ആരെയും തിരിച്ചറിയുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിക്രീസ് റെസ്പോൺസീവ്നെസ്. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് അളക്കാൻ പറ്റുന്ന ഒരു സ്കെയിൽ, കാരണം നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്നലെ നൈറ്റിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ പറയുന്നു പേഷ്യന്റ് ഇന്നലെ അലേർട്ട് ആയിരുന്നു. ഓക്കെ, ഞാൻ ഇന്നിനി അസസ് ചെയ്യുമ്പോൾ, നിങ്ങളെ ഇന്ന് അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പേഷ്യന്റ് ഇന്ന് അലേർട്ട് അല്ല, പക്ഷെ റെസ്പോണ്ടിങ് ടു വോയിസേ ഉള്ളൂ. ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ പേഷ്യന്റ് എന്തെങ്കിലും റെസ്പോൺസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പേഷ്യന്റിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, പേഷ്യന്റ് മോശമാവുന്നുണ്ട്, പേഷ്യന്റ് സെൻസോറിയം മോശമാവുന്നത്. ഇനി ഉച്ചയ്ക്ക് വരുന്ന നഴ്സസിനോട് നമ്മൾ പറയുന്നു AVPU സ്കെയിൽ. ഓക്കെ, അവിടെയാണ് നമ്മൾ AVPU സ്കെയിലിന് യൂസ് ചെയ്യുന്നത്. പേഷ്യന്റ് വോയിസിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്നലെ അലേർട്ട് ആയിരുന്നു, പക്ഷെ പേഷ്യന്റ് ഇന്ന് വോയിസിന് റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി ആ സിസ്റ്റർ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് വോയിസിനും വലിയ റെസ്പോണ്ട് ഒന്നും ഇല്ല, നമ്മൾ വിളിച്ചിട്ടും വലിയ റെസ്പോൺസ് ഒന്നും ഇല്ല. നേരെ മറിച്ച് നല്ല പെയിൻ കൊടുക്കുമ്പോൾ മാത്രമേ പേഷ്യന്റിന് എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റർ മനസ്സിലാക്കുന്ന എന്താണ്? പേഷ്യന്റിന്റെ കണ്ടീഷൻ പിന്നെയും മോശമായി. ഓക്കെ, അപ്പോൾ ഇതാണ് AVPU സ്കെയിലിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പേഷ്യന്റിന്റെ സെൻസോറിയം നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് മെഷർ ചെയ്യാനും വേണ്ടി ഉള്ള ഒരു സ്കെയിലാണ് AVPU. എന്ന് പറഞ്ഞ് പേഷ്യന്റ് അലേർട്ട് ആണ്. ഓക്കെ, അലേർട്ട് ആണ്, ഓറിയന്റഡ് ടു ടൈം പ്ലേസ്. ഓക്കെ, അപ്പോൾ പേഷ്യന്റിനോട് നമ്മൾ ചോദിക്കുന്നു പേരെന്താ, ചോദിക്കുന്നു എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു, പേഷ്യന്റ് അതിന് ഉത്തരം പറയും. പേഷ്യന്റ് കംപ്ലീറ്റ്ലി അലേർട്ട് ആണ്. ഓക്കെ, ഇനി V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് അലേർട്ട് അല്ല, പേഷ്യന്റിന്റെ സെൻസോറിയം കുറച്ചുകൂടി കുറവാണ്. നമ്മൾ വിളിക്കുമ്പോൾ മാത്രം പേഷ്യന്റ് കണ്ണു തുറക്കുന്നു, പക്ഷെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം പേഷ്യന്റിന്. നമ്മൾ ചോദിക്കുന്നതിനൊന്നും കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, ഇനി P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് അലേർട്ട് അല്ല, പേഷ്യന്റ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു യുവർ വോയിസ്,
ബട്ട് പേഷ്യൻ്റ് ഈസ് റെസ്പോണ്ടിങ് only ടു പെയിൻ. നമ്മൾ പെയിൻ കൊടുക്കുമ്പോൾ മാത്രം പേഷ്യൻ്റ് കൈയൊക്കെ ജസ്റ്റ് അനക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഞെരുക്കം പോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അലേർട്ട് അല്ല, വോയിസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പെയിനിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി അൺറെസ്പോൺസീവ് ആണ്. ഓക്കെ, അപ്പൊ ഏത് പേഷ്യൻ്റാ ഏറ്റവും സിക്ക് ആയിട്ടുള്ളത്? അൺറെസ്പോൺസീവ് ആയിട്ടുള്ള പേഷ്യൻ്റ്. നെക്സ്റ്റ് പേഷ്യൻ്റ് ഏതാണ് സിക്ക് ആയിട്ടുള്ളത്? പേഷ്യൻ്റ് റെസ്പോണ്ടിങ് only ടു പെയിൻ. ഓക്കെ, അങ്ങനെ നമുക്ക് പേഷ്യൻ്റ് റെസ്പോൺസ് അനുസരിച്ച് പേഷ്യൻ്റ് എത്ര സിക്ക് ആണെന്നുള്ള നമുക്ക് അളക്കാൻ കഴിയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലാവരും ABPU സ്കെയിൽ യൂസ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം GRBS ഹൈപ്പോഗ്ലൈസീമിയ കുറയുന്നതാണ് ഡിക്രീസ് റെസ്പോൺസീവ്നെസ്സിനുള്ള ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്. ചിലപ്പോൾ ഹൈപ്പോനെട്രീമിയ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവാം, പക്ഷെ ഹൈപ്പോഗ്ലൈസീമിയ ഇല്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. പേഷ്യന്റ് സഡൻ ഡിറ്റീരിയറേഷൻ ഇൻ സെൻസോറിയത്തിന് ഏറ്റവും കോമൺ കോസ് ഉണ്ടാവുന്നത് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പേഷ്യന്റിനെ കാണുകയാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് എന്താണ്? ഗ്ലൂക്കോമീറ്റർ എടുക്കുക, പേഷ്യന്റ് GRBS ചെക്ക് ചെയ്യുക. അതിന് 70-ന് മേലെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹൈപ്പോഗ്ലൈസീമിയ അല്ല, വേറെ എന്തോ ഒരു കോസ് ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഒരു അറിത്മ്യ ആവാം, പേഷ്യന്റ് ചിലപ്പോൾ BP ഫോൾ വന്നതാവാം, പേഷ്യന്റ് ചിലപ്പോൾ ഹൈപ്പോക്സിയ കാരണം സാച്ചുറേഷൻ ഫോൾ ഉണ്ടായതാവാം. ഓക്കെ, അപ്പൊ അതിനി നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ എന്താണെങ്കിലും നമ്മൾ RRT ടീമിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ഇൻഡിക്കേഷൻ ആണ് അത്. ഓക്കെ, ഇനിയിപ്പോൾ പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിലോ GRBS <70 ആണെങ്കിലോ നിങ്ങൾക്ക് തന്നെ ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. RRTനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് 25% ഡെക്സ്ട്രോസ് 100 ml പേഷ്യന്റിന് IV ആയിട്ട് കൊടുക്കാം. അതിനുശേഷം പേഷ്യന്റിന്റെ സെൻസോറിയം ഇംപ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. GRBS ഇംപ്രൂവ് ആയതിനു ശേഷവും പേഷ്യന്റ് സെൻസോറിയം ഇംപ്രൂവ് ആവുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഡിക്കേഷൻ ഫോർ ആക്ടിവേറ്റിംഗ് റാപ്പിഡ് റെസ്പോൺസ് ടീം. ഓൾറൈറ്റ്, ഇനി അടുത്ത ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞ സൈൻസ് ഓഫ് എയർവേ ഒബ്സ്ട്രക്ഷൻ. ഓക്കെ, പേഷ്യന്റിന് ഫീവർ ആയിട്ടൊക്കെയാണ് അഡ്മിറ്റ് ചെയ്തത്. ഇപ്പൊ പേഷ്യന്റ് സെൻസോറിയം കുറച്ച് മോശമായി, അതിൻ്റെ ഒപ്പം സ്ട്രൈഡറും വരുന്നുണ്ട്. ഓക്കെ, സ്ട്രൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പർ എയർവേയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു അബ്നോർമൽ സൗണ്ട് കേൾക്കുക. ഓക്കെ, ഒരു ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള സൗണ്ട് ആണ്. ആ ഒരു രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോന്നെങ്കിൽ നമ്മൾ അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ സസ്പെക്ട് ചെയ്യണം. ചിലപ്പോൾ ഒരു ഫോറിൻ ബോഡി ആസ്പിറേഷൻ ആവാം, പേഷ്യന്റിന്റെ ഡെഞ്ചേഴ്സ് ഉണ്ടാവാം, വായിനകത്ത് ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാവാം, അത് ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ തങ്ങി നിൽക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഫുഡ് ആസ്പിറേറ്റ് ചെയ്താവാം. അങ്ങനെ സ്ട്രൈഡർ കേൾക്കുന്നുണ്ടെങ്കിൽ യു നീഡ് ടു ആക്ടിവേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഒരു ന്യൂ ഓൺസെറ്റ് സ്ട്രൈഡർ, ഓക്കെ, നമ്മൾ സ്ട്രൈഡറുള്ള പേഷ്യന്റിനെയാണ് വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു, നിങ്ങൾ ഇന്നലെയും സ്ട്രൈഡർ ഉണ്ടായിരുന്നു, ഇന്ന് സ്ട്രൈഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് RRT ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി പൂളിംഗ് ഓഫ് ബ്ലഡ് ഓർ വോമിറ്റേഴ്സ് ഇൻസൈഡ് ദി ഓറൽ കാവിറ്റി. അതായത് അത്രയും വോമിറ്റിംഗ് അല്ലെങ്കിൽ അത്രയും ബ്ലഡ് പേഷ്യന്റ് വോമിറ്റ് ചെയ്യുകയാണ്, പേഷ്യന്റിന് അത് എയർവേ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പേഷ്യന്റ് അത് ആസ്പിറേറ്റ് ചെയ്യാൻ റിസ്ക് ഉണ്ടെങ്കിൽ യു നീഡ് ടു ആക്ടിവേറ്റ് ദി റാപ്പിഡ് റെസ്പോൺസ് ടീം. പേഷ്യന്റ് ജസ്റ്റ് വോമിറ്റ് ചെയ്തു, അത് വോമിറ്റ് ചെയ്ത് കളഞ്ഞു, ഒരു ബേസിനിലേക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബെഡിലേക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എയർവേ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ന്യൂ ഓൺസെറ്റ് ഹെമറ്റമെസിസ്, ബ്ലഡ് ആണ് നല്ലോണം വോമിറ്റ് ചെയ്തെങ്കിൽ നമ്മൾ RRT, അതും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കേട്ടോ. വളരെ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടന്റിനെ വിളിക്കാം. നേരെ കൺസൾട്ടന്റിനെ വിളിച്ച് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത ആരുടെ അണ്ടറിലാണോ അവരെ വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നല്ലൊരു എമൗണ്ട് ഓഫ് വോമിറ്റിംഗ് ഉണ്ടായി, പേഷ്യന്റിന് ഡിസ്ട്രെസ് ഉണ്ട്, സെൻസോറിയം മോശമാണ്, റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നുണ്ട്, ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, BP ഫോള് വരികയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും RRT ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സൈൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. അതായത് റെസ്പിറേറ്ററി റേറ്റ് വളരെ കൂടുതൽ, നമ്മളൊരു കട്ട് ഓഫ് വെച്ചിരിക്കുന്ന 30-ന് മേലെ പോവാണ്. ഓക്കെ, അപ്പൊ നേരത്തെ അത്രയും റേറ്റ് ഉണ്ടായിരുന്നു, ഇത് എല്ലാവർക്കും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ RRT ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഒരു 20 ഉള്ളായിരുന്നു, ഇപ്പോൾ ഒരു 30-ന് മേലെ എത്തിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി RRT ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു സാച്ചുറേഷൻ ഫോൾ വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, റെസ്പിറേറ്ററി റേറ്റ് കൂടുമ്പം തന്നെ നമ്മൾ ഒരു 30-ന് മേലെ പോകുമ്പോൾ തന്നെ RRT ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ബ്രാഡിപ്നിയയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. റെസ്പിറേറ്ററി റേറ്റ് ആദ്യം കൂടുതലായിരുന്നു, ഇപ്പൊ പേഷ്യന്റ് റേറ്റ് കുറഞ്ഞ് ഒരു 10-ന് താഴേക്ക് എത്തി. നെക്സ്റ്റ് പേഷ്യന്റ് റെസ്പിറേറ്ററി അറസ്റ്റ്, അത് കഴിഞ്ഞ് കാർഡിയക് അറസ്റ്റിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്.
ഓക്കെ, ഈ ഒരു അവസ്ഥയിലും നമ്മൾ എത്രയും പെട്ടെന്ന് RRT ആക്ടിവേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ അതിൻ്റെ ഒപ്പം ചിലപ്പോൾ പേഷ്യന്റിനെ ബാക്ക് മാസ് വെന്റിലേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സാച്ചുറേഷൻ ഫോൾ. അപ്പൊ സാച്ചുറേഷൻ ലെസ് ദാൻ 90%, അല്ലെങ്കിൽ ഓൾറെഡി ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സാച്ചുറേഷൻ ഓക്സിജനിൽ കിട്ടുമ്പോൾ തന്നെ ഒരു 94 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 90ന്റെ താഴെ പോയി. സെയിം ഓക്സിജൻ ഫ്ലോയില് ഇപ്പൊ 90ന്റെ താഴെ പോയി. ആക്ടിവേറ്റ് ദി RRT ടീം. ഓക്കെ, ഇനി ഓക്സിജൻ റിക്വയർമെന്റ് ചിലപ്പോൾ കൂടാം. നമ്മൾ ഇന്നലെ 5 ലിറ്ററിൽ സാച്ചുറേഷൻ 94 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അത് ഫോള് വന്നു. അപ്പൊ നമ്മൾ ഓക്സിജന്റെ അളവ് കൂട്ടി കൂട്ടി വെച്ചു. മുന്നേ ഉണ്ടായിരുന്ന സിസ്റ്റർ അത് കൂട്ടി വെച്ചു. ഇപ്പൊ 10 ലിറ്ററിന്റെ മേലെ വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും 10 ലിറ്ററിന് മേലെ റിക്വയർമെന്റ് വരികയാണെങ്കിലും RRT ആക്ടിവേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വൈറ്റൽസിൽ ആദ്യം നോക്കേണ്ടത്? പേഷ്യന്റ് സെൻസോറിയം, GRBS നോക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. എയർവേയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക, റെസ്പിറേറ്ററി റേറ്റ് നോക്കുക, സാച്ചുറേഷൻ നോക്കുക. ഓക്കെ, അപ്പൊ 2 എക്യുപ്മെന്റ്സ് നമുക്ക് ഇപ്പൊ തന്നെ വേണ്ടി വന്നു ഇല്ലേ? ഒന്ന് ഗ്ലൂക്കോമീറ്ററും ഒന്ന് പൾസ് ഓക്സിമീറ്ററും. ഓക്കെ, അപ്പൊ പൾസ് ഓക്സിമീറ്റർ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് സാച്ചുറേഷൻ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടതാണ് നമുക്ക് BP അപ്പാരറ്റസ്. ഓക്കെ, അപ്പൊ ഇതിൽ സിസ്റ്റോളിക് BP ലെസ് ദാൻ 90 ആണ് നമ്മൾ ഒരു കട്ട് ഓഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് താഴെ പോയി കഴിഞ്ഞാൽ പേഷ്യന്റ് ഷോക്കിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ BP ലോവർ സൈഡാണ്, പേഷ്യന്റ് എപ്പോഴും BP ഒരു 90ന്റെ അത്രയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചാടി കയറി RRT ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പേഷ്യന്റിന്റെ ബാക്കി ജനറൽ കണ്ടീഷൻ കൂടി നോക്കണം. പേഷ്യന്റ് വളരെ സിക്കാണ്, മുന്നേ BP ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്ന പേഷ്യന്റ് ആണ്, ഇപ്പൊ BP വളരെ ഫോളോ ചെയ്തു, 90ന് താഴെ പോയി, ഡെഫിനറ്റ്ലി ആക്ടിവേറ്റ് ദി റാപ്പിഡ് റെസ്പോൺസ് ടീം. ഓക്കെ, ഇനി BP വളരെ കൂടിപ്പോയാലും അത് ഡേഞ്ചറസ് ആണ്. പേഷ്യന്റ് സ്ട്രോക്ക് വരാൻ റിസ്ക് ഉണ്ട്, അറ്റാക്ക് വരാനുള്ള റിസ്ക് ഉണ്ട്, ഹാർട്ട് ഫെയിലിയർ പോകാൻ റിസ്ക് ഉണ്ട്. അപ്പോൾ സിസ്റ്റോളിക് BP മോർ ദാൻ 200 പോയാൽ പോലും നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി പേഷ്യന്റിന് BP കൂടിയിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്, ഓൾറെഡി അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്രയും BP ഉണ്ടായിരുന്നു, പേഷ്യന്റ് ഇപ്പം വളരെ സ്റ്റേബിൾ ആണ്, BP കൂടുതൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ RRT ആക്ടിവേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അത് നമുക്ക് കൺസൾട്ടന്റിനെ വിളിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓവറോൾ പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പൾസ് ഓക്സിമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൾസ് റേറ്റ് കൂടി കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് പാൽപേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 30 സെക്കൻഡ്സ് പാൽപേറ്റ് ചെയ്യുക, × 2 ചെയ്യുക. ഇനി ഹാർട്ട് റേറ്റ് അല്ലെ പൾസ് റേറ്റ് ലെസ് ദാൻ 40 പെർ മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ബ്രാഡികാർഡിയലാണ്. അത് ചിലപ്പോൾ കാർഡിയക് അറസ്റ്റിന്റെ ഒരു മുന്നോടിയായിട്ട് ഉണ്ടാവുന്നതാവാം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അറിത്മിയ ആവാം, ഹാർട്ട് ബ്ലോക്സ് ആവാം, ബ്രാഡി അറിത്മിയ ആവാം. ഓക്കെ, എന്താണെങ്കിലും 40ന് താഴെ പെട്ടെന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഹാർട്ട് റേറ്റ് 120ന് മേലെ പോയിട്ടുണ്ടെങ്കിലും ഇറ്റ് കുഡ് ബി ആൻ ഏർലി സൈൻ ഓഫ് ഷോക്ക്. ഓൾറൈറ്റ്, BP ഫോൾ ഉണ്ടാവണമെന്നില്ല, പേഷ്യന്റ് ഇപ്പോൾ ചിലപ്പോൾ ഒരു കോമ്പൻസേറ്ററി ഷോക്കിലേക്ക് പോയി ഉണ്ടാവാം. അപ്പൊ നമുക്കറിയാം കോമ്പൻസേഷന്റെ ഭാഗമായിട്ട് ആദ്യം ഹാർട്ട് റേറ്റ് കൂടും, പിന്നെ മാത്രമേ BP ഫോൾ ഒക്കെ വരുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് RRT ആക്ടിവേറ്റ് ചെയ്യാൻ, പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കാം. BP ഫോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് സ്റ്റെബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ആണ്. അപ്പോൾ ന്യൂ ഓൺസെറ്റ് സീഷേഴ്സ്, പേഷ്യന്റ് സീഷർ ഡിസോർഡർ ആയിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്, ഇപ്പൊ പിന്നെയും ഒരു എപ്പിസോഡ് സീഷർ ഉണ്ടായ വാർഡിന്, അതിന് RRT ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കൺസേൺഡ് കൺസൾട്ടന്റിനെ മാത്രം വിളിച്ചാൽ മതി. പക്ഷെ അഡ്മിറ്റ് ചെയ്യുമ്പം സീഷർ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പം ആദ്യമായിട്ട് പേഷ്യന്റിന് സീഷർ ഉണ്ടാവുകയാണ്, ആക്ടിവേറ്റ് RRT. ഓൾറൈറ്റ്, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ന്യൂ ഓൺസെറ്റ് ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. അഡ്മിറ്റ് ചെയ്ത വേറെ എന്തിനോ വേണ്ടിയാണ്, ഒരു കാർഡിയക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ന്യൂമോണിയക്ക് വേണ്ടിയാണ് അഡ്മിറ്റ് ചെയ്തത്, പക്ഷെ വാർഡിൽ വെച്ച് പേഷ്യന്റിന് പെട്ടെന്ന് സ്ലറിംഗ് ഓഫ് സ്പീച്ച് വന്നു, അല്ലെങ്കിൽ ഹെമിപ്ലീജിയ, വലത്തെ കൈ അനക്കാൻ പറ്റുന്നില്ല, ബട്ടൺ ഇടാൻ പറ്റുന്നില്ല, ഭക്ഷണം വായിൽ കഴിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുന്നത് ബന്ധുക്കൾക്ക് ക്ലിയർ ആവുന്നില്ല, ഒരു ന്യൂ ഓൺസെറ്റ് ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് വരികയാണെങ്കിലും ആക്ടിവേറ്റ് RRT. ഓൾറൈറ്റ്, ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ നമുക്കൊരു വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇല്ലേ, 4.5 അവേഴ്സിനുള്ളിലാണെങ്കിൽ അതൊരു ഇസ്കിമിക് സ്ട്രോക്ക് ആണെങ്കിൽ നമുക്ക് ത്രോംബോലൈസ് ചെയ്യാം. നമ്മൾ ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കൺസൾട്ടന്റിനെ വിളിച്ച് വരുമ്പോൾ ചിലപ്പോൾ കൺസൾട്ടന്റ് ബിസി ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണം എന്നില്ല,
ഇല്ല, നൈറ്റ് അവേഴ്സിലാണെങ്കിൽ കൺസൾട്ടന്റ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല. ഉള്ളി എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ICU ഡോക്ടേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ കൺസൾട്ടന്റ് വന്ന് കാണുമ്പോഴേക്കിനും നമുക്ക് ആ വിൻഡോ പീരീഡ് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ RRT വിളിച്ചു കഴിഞ്ഞാൽ ICU ഫിസിഷ്യൻ അല്ലെങ്കിൽ ED ഫിസിഷ്യൻ വന്ന് ഈ പേഷ്യൻസിനെ അനലൈസ് ചെയ്യും, അസസ് ചെയ്യും. സ്ട്രോക്ക് ആണെങ്കിൽ ഐഡന്റിഫൈ, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ഓൺസെറ്റ് സിവിയർ ചെസ്റ്റ് പെയിൻ. ഓൾറൈറ്റ്, ഒരു അറ്റാക്ക് ആണോ എന്നുള്ളത്, പുതിയൊരു ഹാർട്ട് അറ്റാക്ക് ആണോ MI ആണോ എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. അപ്പം അത് ചെസ്റ്റ് പെയിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച്, ഇപ്പൊ ഒരു മൈൽഡ് ചെസ്റ്റ് പെയിൻ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ടന്റിനെ ഇൻഫോം ചെയ്യാം. നമുക്ക് വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിൽ കൺസൾട്ടന്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്തിനുള്ളിൽ ഒരു ECG നമുക്ക് ഓർഡർ ചെയ്യാം, ECG എടുത്തു വെക്കാം. ഓക്കെ, പക്ഷെ നല്ല സിവിയർ ചെസ്റ്റ് പെയിൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ECGയും വിളിക്കുക, RRTയും വിളിക്കുക. ഫസ്റ്റ് RRT വിളിക്കുക, അതിനുശേഷം ECG കൂടി ബെഡ് സൈഡ് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്രൈറ്റീരിയ ആണ് മിനിമം ക്രൈറ്റീരിയ ഫോർ ആക്ടിവേറ്റിംഗ് RRT ഇൻ അഡൽട്സ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ എ സ്റ്റേബിൾ കണ്ടീഷൻ ടു ദി വാർഡ്സ്. ഓൾറൈറ്റ്, പേഷ്യന്റ് അൺസ്റ്റേബിൾ ആവുന്നുണ്ടോയെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ക്രൈറ്റീരിയസ് ആണ് ഈ കാണുന്നത്. ഓൾറൈറ്റ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പീഡിയാട്രിക്സിലെ ക്രൈറ്റീരിയ ആണ്. ക്രൈറ്റീരിയ ഫോർ ആക്ടിവേറ്റിംഗ് RRT ഇൻ പീഡിയാട്രിക് പേഷ്യൻസ്. ഓക്കെ, എഗെയിൻ നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് വരുമ്പോൾ തന്നെ ശ്രദ്ധയിൽ നമ്മുടെ വരാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഡിറ്റീരിയറേഷൻ ഇൻ സെൻസോറിയം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഓൺസെറ്റ് കൺഫ്യൂഷൻ, ഡിക്രീസ് റെസ്പോൺസീവ്നെസ്, നമുക്ക് AVPU സ്കെയിൽ യൂസ് ചെയ്യാം ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ ഈ അഡൽട്ടിലും പീഡിയാട്രിക്കിലും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പേഷ്യന്റിന്റെ ബേസ് ലൈൻ സെൻസോറിയം എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ അഡൽട്ടിലാണെങ്കിൽ ഓൾറെഡി ഡിമെൻഷ്യ ഉള്ള പേഷ്യന്റ് ആണ്, പേഷ്യന്റ് ഡിക്രീസ് സെൻസോറിയ ആണ്, ഡിക്രീസ് റെസ്പോൺസീവ്നെസ് ആണ്, എപ്പോഴും കൺഫ്യൂഷൻ ആണ്, ആരെയും തിരിച്ചറിയില്ല. അതാണ് പേഷ്യന്റിന്റെ ബേസ് ലൈൻ. അതിൽ നിന്നും ഡിറ്റീറിയറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ വിളിച്ചിട്ടേ എണീക്കുന്നില്ല, അതാണ് ഫർദർ ഡിറ്റീറിയറേഷൻ വരുന്നത്. അന്നേരം മാത്രമേ നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ AVPU പീഡിയാട്രിക്സിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ GRBS നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എടുക്കുക <60 ആണ്. ഓക്കെ, അപ്പൊ GRBS മോർ ദാൻ 60 ഉണ്ട്. AVPUല് ഒള്ളി റെസ്പോണ്ടിങ് ടു വോയിസ്, അല്ലെങ്കിൽ റെസ്പോണ്ടിങ് ടു ഒള്ളി പെയിൻ, അല്ലെങ്കിൽ അൺറെസ്പോൺസീവ്. ഈ ഒരു കണ്ടീഷനിലാണ് പേഷ്യന്റ് ഉള്ളതെങ്കിൽ, ഇത് ന്യൂ ഓൺസെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ റൂൾ ഔട്ട് ചെയ്യുക. പേഷ്യന്റിന്റെ റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പേഷ്യന്റ് ഇതിൽ ഏതെങ്കിലും ആണ്, AVPU സ്കെയിലിൽ വോയിസ്, പെയിൻ അല്ലെങ്കിൽ അൺറെസ്പോൺസീവ് ആണെന്നുണ്ടെങ്കിൽ, അഡൽട്ടിലെ പോലെ തന്നെ നമ്മൾ പീഡിയാട്രിക്സിലും RRT ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അഗെയിൻ നമ്മൾ എയർവേ ഒബ്സ്ട്രക്ഷന്റെ പറഞ്ഞ പോലെ സ്ട്രൈഡർ അല്ലെ പൂളിംഗ് ഓഫ് ബ്ലഡ് ഓ വോമിറ്റസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ആസ്പിറേറ്റ് ചെയ്യാൻ റിസ്ക് ഉണ്ട്, എയർവേ ഒബ്സ്ട്രക്ഷന് ചാൻസ് ഉണ്ട്, RRT ആക്ടിവേറ്റ് ചെയ്യാം. ഇനി അബ്നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ഹാർട്ട് റേറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേഷ്യന്റിന്റെ ഏജിനനുസരിച്ചിട്ട് നോർമൽ റെസ്പിറേറ്ററി റേറ്റും ഹാർട്ട് റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ <1 year ആണെങ്കിൽ നമ്മൾ എപ്പോഴാണ് RR ഹൈ ആന്ന് പറയാം? മോർ ദാൻ 50 പോകുമ്പോഴാണ്. 1 to 4 years ഹൈ ടാക്കിപ്നിയ നമ്മൾ പറയാം മോർ ദാൻ 40 മേലെ റെസ്പിറേറ്ററി റേറ്റ് പോകുമ്പോഴാണ്. 5 to 12 years ആണെങ്കിൽ മോർ ദാൻ 30 മേലെ പോകുമ്പോഴാണ് നമ്മൾ ടാക്കിപ്നിയ എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ എപ്പോഴാണ് ബ്രാഡിപ്നിയ എന്ന് പറയാം? വളരെ ലോ ആണ്, പേഷ്യന്റ് ഇപ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടത്. <1 year ആണ് <25, 1 to 4 years ആണ് <20, 5 to 12 years ആണ് <10. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് <1 year നമ്മൾ ടാക്കിക്കാർഡിയ പറയണമെങ്കിൽ മോർ ദാൻ 180 പോകണം. 1 to 4 yearsലാണെങ്കിൽ മോർ ദാൻ 160 പോകണം. 5 to 12 years ആണെങ്കിൽ മോർ ദാൻ 140 എത്തണം. ഓക്കെ, ഇനി നമ്മൾ ബ്രാഡിക്കാർഡിയ എന്ന് പറയണമെങ്കിൽ <1 year <90 പോകണം. 1 to 4 years <80 പോകണം. 5 to 12 years <70 പോകണം. ഈ ക്രൈറ്റീരിയയിലും മൈനർ ഡിഫറൻസസ് ഉണ്ടാവാം. ഇത് നമ്മുടെ WHO ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അതാണ് നമ്മളും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി ഓക്സിജൻ റിക്വയർമെന്റ് നമ്മുടെ അഡൽട്ടിൽ എന്താ പറഞ്ഞേ? മോർ ദാൻ 10 liter per minute. ഇവിടെ മോർ ദാൻ 6 liter per minute തന്നെ ഓക്സിജൻ റിക്വയർമെന്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നിയോനേറ്റൽ നമ്മൾ BPയും സിസ്റ്റോളിക് BP നമ്മുടെ അഡൽട്ടിൽ പറഞ്ഞ പോലെ നമുക്കൊരു ഫിക്സഡ് <90 അല്ലെങ്കിൽ മോർ ദാൻ 200 എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെയും ഏജ് വൈസ് സിസ്റ്റോളിക് BPയിൽ നോർമൽസിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈപ്പോടെൻഷൻ ഒരു നിയോനേറ്റൽ, അതായത് വിത്തിൻ 28 days
ഓഫ് ഡെലിവറി ഓഫ് ദി ചൈൽഡ്, ബേബി 28 ഡേയ്സിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ലെസ് ദാൻ 60 millimeter ഓഫ് മെർക്കുറി ആണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുക. ഇനി 1 വയസ്സിന് താഴെയാണെങ്കിൽ ലെസ് ദാൻ 70 millimeter ഓഫ് മെർക്കുറി സിസ്റ്റോളിക് ബി പി ആണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുക. ഇനി 1 വയസ്സിന് മേലെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം, 70 + ഏജ് × 2. ഓക്കെ, അതായത് ഇപ്പം 2 years ആണെങ്കിൽ 74 വരും, ഇല്ലേ? 70 + 2 × 2 74. അതിന് താഴെ പോവുകയാണെങ്കിലാണ് നമ്മൾ ഹൈപ്പോടെൻഷൻ എന്ന് പറയാം. 10 വയസ്സാണെങ്കിൽ 70 + 20 വരും, ഇല്ലേ? 90 വരും. ഓക്കെ, അപ്പൊ അഗെയിൻ അഡൽട്ടിനെ പോലെയായി 90 താഴെ പോവുകയാണെങ്കിലാണ് നമ്മൾ ഹൈപ്പോടെൻഷൻ പറയാം. ഓക്കെ, അപ്പൊ വൈറ്റൽസിൽ ഏജ് വൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ചാർട്ട് നമ്മുടെ ക്രാഷ് കാർട്ടിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ക്രാഷ് ബാഗിലും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ, ഇത് സീഷേഴ്സ് ഉണ്ടാവും. പീഡിയാട്രിക്കിൽ നമുക്ക് ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് വരുന്ന കുറവാണ്, പക്ഷെ എഗെയിൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ RRTനെ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ മെയിൻലി സീഷേഴ്സ് ആണ് ന്യൂറോളജിക്കൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത്. എഗെയിൻ ഇവിടെയും നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ റൂൾ ഔട്ട് ചെയ്യണം, ഇല്ലേ? സീഷേഴ്സ് വരുന്ന പേഷ്യന്റും അൺറെസ്പോൺസീവ് ആയിരിക്കും. നമ്മൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഹൈപ്പോഗ്ലൈസീമിയ ആണ്. ലെസ് ദാൻ 60 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഷുഗർ സൊല്യൂഷൻ കൊടുക്കണം IV ആയിട്ട്. പക്ഷെ അഡൽട്ടിനെ പോലെ നമ്മൾ 25% ഡെക്സ്ട്രോസ് നമ്മൾ പ്രിഫർ ചെയ്യില്ല. ഓക്കെ, പീഡിയാട്രിക് പേഷ്യൻസ് എസ്പെഷ്യലി വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ 10% ഡെക്സ്ട്രോസ് ആണ് കൊടുക്കുക, 5 ml/kg. അതാണ് ഡോസ്. ഓക്കെ, 10% ഡെക്സ്ട്രോസ് 5 ml/kg ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അഡൽട്ടിലെ ക്രൈറ്റീരിയ ഫോർ ആക്ടിവേറ്റിംഗ് RRTയും പീഡിയാട്രിക് ക്രൈറ്റീരിയയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. ഇത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ നമ്മൾ ഇവിടുത്തെ ക്രൈറ്റീരിയ ആണ്. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, എങ്ങനെയാണ് നിങ്ങൾ RRT ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ കോഡ് RRT വിളിക്കാൻ പോകുന്നത്? ഇതും ഹോസ്പിറ്റൽസിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ കോഡ് വിളിക്കേണ്ട നമ്പറാണ്. ഏത് കോഡാണെങ്കിലും നമ്മൾ വിളിക്കുന്ന പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം, അതായത് ഈ മൈക്കും സ്പീക്കറും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ്, നമ്പറാണ് നമ്മുടെ ഇത് #500. ഓക്കെ, അപ്പൊ ഫോണിൽ #500 ഡയൽ ചെയ്തിട്ട് നമ്മൾ എന്താണ് അനൗൺസ് ചെയ്യേണ്ടത്? കോഡ് RRT. ഓക്കെ, ചില കൺട്രീസിൽ ഇതിന് കോഡ് പേർപ്പിൾ എന്നും പറയും, പക്ഷെ നമ്മൾ ഇവിടെ മെജോറിറ്റിയും കോഡ് RRT, നമ്മളും അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കോഡ് RRT, എന്നിട്ട് ഏത് ഫ്ലോറിലാണ് പേഷ്യന്റ് ഉള്ളത് എന്നുള്ള അനൗൺസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം 4th ഏത് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th അത് ഓൾഡ് ബ്ലോക്ക് ഉണ്ട്, നമുക്ക് ന്യൂ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ 4th ഓൾഡ് ബ്ലോക്കിൽ, ഓക്കെ, ജനറൽ വാർഡ്, അത്രയും കാര്യങ്ങൾ അനൗൺസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ കോഡ് RRT 4th ഓൾഡ് ബ്ലോക്ക് ജനറൽ വാർഡ്. അല്ലെങ്കിൽ പേഷ്യന്റ് റൂമിലാണെങ്കിൽ കോഡ് RRT റൂം നമ്പർ 4012, അങ്ങനെ അനൗൺസ് ചെയ്യാം. ഇത് 3 പ്രാവശ്യം അനൗൺസ് ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, ഇത് പബ്ലിക്കിനും കേൾക്കാൻ പറ്റും, എല്ലായിടത്തുള്ള ഡോക്ടേഴ്സിനും നഴ്സസിനും കേൾക്കാൻ പറ്റും. അപ്പൊ EDയിൽ കേൾക്കും, ICUയിൽ കേൾക്കും. ഞാനിപ്പം വേറെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും കേൾക്കും. വേറെ ഏതെങ്കിലും വാർഡിലാണ് ഉള്ളെങ്കിൽ എനിക്ക് അതും അവിടെ നിന്നും കേൾക്കാൻ പറ്റും. അപ്പൊ എവിടെയാണെങ്കിലും എനിക്ക് ആ ഒരു പേഷ്യന്റിന് ബെഡ് സൈഡിൽ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇനി പീഡിയാട്രിക്കിനാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കോഡ് പീഡിയാട്രിക് RRT, ഇനി അതേപോലെ തന്നെ ഫ്ലോർ എവിടെയാണ്, റൂം നമ്പർ എവിടെയാണ് പറയണം. ഓക്കെ, അധികം ഹോസ്പിറ്റൽസിലും കോഡ് പീഡിയാട്രിക് RRT ഒരു ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. കാരണം അവിടെ എല്ലാ ഫ്ലോർസിലും പീഡിയാട്രിക് ക്രാഷ് കാർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെപ്പറേറ്റ് പീഡിയാട്രിക് RRT വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്കിപ്പോൾ എല്ലാ ഫ്ലോറിലും നമ്മൾ പീഡിയാട്രിക് എക്യുപ്മെന്റ്സ് വെച്ചിട്ടില്ല, ഇല്ലേ? പേഷ്യൻസിനെ വളരെ ചെറിയ ചില ഫ്ലോർസിൽ മാത്രമേ നമ്മൾ കടത്താറുള്ളൂ. അപ്പൊ എല്ലാ ഫ്ലോറിലും നമ്മൾ പീഡിയാട്രിക് ക്രാഷ് കാർട്ടൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. അത് ഒരു റിസോഴ്സ് വേസ്റ്റും കൂടിയായിരിക്കും. നമുക്ക് അധികം പീഡിയാട്രിക് സിക്ക് പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ICUന്നും എമർജൻസിന്നും പീഡിയാട്രിക്കിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് ബാഗാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഈ 2 സ്ഥലത്തു നിന്നും എക്യുപ്മെന്റ്സ് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ അഡൽട്ടിന് വേണ്ട എക്യുപ്മെന്റ്സ് നമ്മൾ ക്രാഷ് കാർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ എക്യുപ്മെന്റ്സിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്രാഷ് ബാഗിൽ നിന്ന് ICU കൊണ്ടുവരുന്നത്.
ഓക്കെ, അപ്പൊ ആ ബാഗ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് അഡൽട്ടിന് വേണ്ട ബാഗും ഒന്ന് പീഡിയാട്രിക്കിന് വേണ്ട ബാഗും. അപ്പൊ ഇതിൽ ഏതാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സെപ്പറേറ്റ് പീഡിയാട്രിക് RRT കോഡും അഡൽട്ട് RRT കോഡും വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കോഡ് RRT എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്പെക്ടഡ് ദാറ്റ് ഇറ്റ്സ് ആൻ അഡൽട്ട് പേഷ്യന്റ്. ഇനി കോഡ് പീഡിയാട്രിക് പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് പീഡിയാട്രിക് RRT റൂം നമ്പർ 4012, കോഡ് പീഡിയാട്രിക് RRT റൂം നമ്പർ 4012, കോഡ് പീഡിയാട്രിക് RRT റൂം നമ്പർ 4012 എന്നുള്ള അനൗൺസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി എന്തിനാണ് ഈ കോഡ് ഭാഷ? എന്തിനാണ് നമ്മൾ ഈ കോഡ്സ് യൂസ് ചെയ്യുന്നത്? കോഡ് ബ്ലൂ, കോഡ് പിങ്ക്, ഇല്ലേ? കാരണം നമ്മളിത് മൈക്കിലാണ് വിളിച്ച് പറയുന്നത്, ഇല്ലേ? അല്ലാതെ ഇത് നമുക്ക് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു ഭാഷയാണ്. അല്ലാതെ ഞാനിപ്പോൾ 4012 ദിവാകരേട്ടന് ശ്വാസം മുട്ട് കൂടിയിട്ടുണ്ട്, സാച്ചുറേഷൻ ഫോൾ ഉണ്ട്, എല്ലാവരും ഓടി വരണം, ഇല്ലെങ്കിൽ പേഷ്യന്റ് പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് പോകാൻ സാധ്യതയുണ്ട് മൈക്കിൽ വിളിച്ച് കയറിയാൽ നാട്ടുകാർ മുഴുവൻ അവിടെ ഓടിയെത്താൻ സാധ്യതയുണ്ട്, ഇല്ലേ? ഓക്കെ, അവിടെ ഫുൾ പ്രശ്നമായിരിക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാത്രം, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു കോഡ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ ആരെയും നമ്മൾ പാനിക് ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ വളരെ കാമായിട്ട് വേണം അനൗൺസ് ചെയ്യാനുള്ളത്. പേഷ്യന്റ് വളരെ സിക്ക് ആയിരിക്കാം, എന്നാലും നിങ്ങളുടെ വോയിസ് വളരെ കാമായിരിക്കണം. അപ്പൊ ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, കോഡ് RRT റൂം നമ്പർ 4012, കോഡ് RRT റൂം നമ്പർ 4012. അല്ലാതെ ടെൻഷൻ അടിച്ച് പറയരുത് കോഡ് RRT റൂം നമ്പർ 4012, കോഡ് RRT റൂം നമ്പർ 4012. ഇത് കേൾക്കുമ്പം തന്നെ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഏതോ ഒരു പേഷ്യന്റ് വളരെ മോശമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് പാടില്ല. നമ്മൾ എപ്പോഴും വളരെ കാമായിട്ട് വേണം എല്ലാ കോഡ്സും പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റത്തിൽ അനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് ഇനി നെക്സ്റ്റ് നിങ്ങൾ ഈ കോഡ് വിളിച്ചു കഴിഞ്ഞാൽ #500 വിളിച്ചു, ഇനി കോഡ് RRT അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഉണ്ടാവാൻ പോകുന്ന റെസ്പോൺസ്? ഓൾറൈറ്റ്, നിങ്ങളുടെ RRT ടീം, ഓക്കെ, റാപ്പിഡ് റെസ്പോൺസ് ടീം വിത്തിൻ 5 minutes, 5 minutes ഒരു മാക്സിമം ടൈം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സാധാരണ ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ അവിടെ ആ പേഷ്യന്റിന്റെ ബെഡ് സൈഡ് എത്തിയിരിക്കും. ഓക്കെ, ഇനി അവര് ആ ഒരു ടീം ഈ പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യും യൂസിങ് ACLS. ഇനി പീഡിയാട്രിക് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ പാൽസ് അപ്രോച്ച് യൂസ് ചെയ്യും. ഓക്കെ, യൂഷ്വലി ഒരു ABCD എന്നുള്ള ഒരു ഓർഡറിലായിരിക്കും പേഷ്യന്റ് നമ്മൾ അസസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് കൂടാതെ നമ്മൾ അസസ് ചെയ്ത ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓൾറൈറ്റ്, ഇനി ആവശ്യമാണെങ്കിൽ പേഷ്യന്റ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പേഷ്യന്റിനെ നമ്മൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓൾറൈറ്റ്, ചിലപ്പോൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ മാത്രമില്ല, ഉണ്ടായിരുന്ന പ്രോബ്ലം നമ്മൾ അവിടുന്ന് തന്നെ സോൾവ് ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സീഷർ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഹൈപ്പോനെട്രീമിയ കാരണം സീഷർ ഉണ്ടായതാണ്, നമ്മൾ പേഷ്യന്റിന് 3% സ്ഥലത്തിന് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, പേഷ്യന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ സെൻസോറി ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ആയി. നമ്മൾ പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബൈസ്റ്റാൻഡറും വില്ലിങ് ആവണമെന്നില്ല, അവർക്കും അഫോർഡബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റ് ആരുടെ അണ്ടറിലാണോ അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ കൺസൾട്ടന്റിന് നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റിന്റെ ഹാൻഡ് ഓവർ കൊടുക്കും. ഓക്കെ, ഫർദർ മാനേജ്മെന്റ് അദ്ദേഹത്തിന് ഡിസൈഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റും. ഓക്കെ, കോഡ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് പോകാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ ഭാഗങ്ങൾ RRT ചെയ്തിരിക്കും. ഓൾറൈറ്റ്, പക്ഷെ മെജോറിറ്റി ഓഫ് പേഷ്യൻസിനെ നമുക്ക് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി ആവശ്യം വരാറുണ്ട്. ഓൾറൈറ്റ്, ഇനി റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആരൊക്കെയാണ് അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്താൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ RRT ടീമിൽ ചുരുങ്ങിയത് 2 ഡോക്ടേഴ്സ് എങ്കിലും ഉണ്ടാവും. ഇതിൽ ഒരാൾ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മോർണിംഗ് അവേഴ്സിൽ നമ്മുടെ ഇന്റൻസിവിസ്റ്റ് ICU ഡോക്ടർ ആയിരിക്കും വരുന്നുണ്ടാവുക. നൈറ്റ് അവേഴ്സിൽ നമുക്ക് ഇവിടെ ഇന്റൻസിവിസ്റ്റ് ഫുൾ ടൈം ഇല്ലാത്തതുകൊണ്ട് എമർജൻസി ഫിസിഷ്യൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 2 പേർക്കും പേഷ്യന്റിന് ക്രിട്ടിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള റിസസിറ്റേഷൻ ബെഡ് സൈഡ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ്. ഓക്കെ, അപ്പൊ അവരായിരിക്കും ആ ടീമിന്റെ ലീഡർ. ഓക്കെ, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ എമർജൻസി ഫിസിഷ്യൻ. ഓൾറൈറ്റ്, ഇനി ഒരു സെക്കൻഡ് ഡോക്ടർ വരും ഈ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവര് ഒന്നില്ലെങ്കിൽ വാർഡിൽ നിന്നുള്ള MO ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കിവിടെ PG പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ റെസിഡൻസ് ആയിരിക്കണം. ഓക്കെ, എന്തായാലും 2 ഡോക്ടേഴ്സ് അവിടെ എത്തിയിരിക്കും. ഇനി നമുക്ക് 4 നഴ്സസ് അവിടെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കും, പേഷ്യന്റ് മാനേജ്മെന്റിന് അവിടെ ഉണ്ടായിരിക്കും. ഒന്ന് ICUന്ന് ഈ ഡോക്ടറിന്റെ കൂടെ തന്നെ ഒരു നഴ്സ് വരും. ഓൾറൈറ്റ്, ഇനി ED അതേപോലെ തന്നെ ED ഫിസിഷ്യന്റെ കൂടെ ഒരു നഴ്സ് വരും. ഓൾറൈറ്റ്,
അപ്പൊ ഇവർ രണ്ടുപേരും എന്തായാലും ഉണ്ട്. ഇവരും സ്പെഷ്യലിസ്റ്റ് നഴ്സസ് ആണ്. റിസസ്റ്റേഷൻ എങ്ങനെ വേണമെന്ന് അറിയാവുന്നവരാണ് ഇത്. ഓക്കെ, ഇനി മൂന്നാമത് വരുന്ന നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ. ഓരോരുത്തരുടെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താന്നുള്ള ഞാൻ ഇനി പറയാം. ഇനി ഫോർത്ത് നേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് ആക്ടിവേറ്റ് ചെയ്ത നേഴ്സ് ഉണ്ടല്ലോ, വാർഡിലെ നേഴ്സ്. ആ നേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ സീൻ വിട്ട് പോകാൻ പാടില്ല, അവിടെ തന്നെ റൂമിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ നേഴ്സും ഇനി ഈ ഒരു RRTന്റെ ഭാഗമായി മാറുകയാണ്, റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ ഒരു മെമ്പറായിട്ട് മാറുകയാണ്. പിന്നെ നമുക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് വരും, 2 വാർഡ് ബോയ്സ് വരും, PRO വരും. ഇനി നമുക്ക് ഇതിലുള്ള ഓരോരുത്തരുടെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കോഡ് ആക്ടിവേറ്റിംഗ് നേഴ്സ്, അതായത് വാർഡിൽ ഡ്യൂട്ടി എടുക്കുന്ന നേഴ്സ്. ഈ നേഴ്സിനെ ബൈസ്റ്റാൻഡർ വന്ന് വിളിച്ചു പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോയി റൗണ്ട്സിന് പോകുമ്പോൾ നിങ്ങൾ കാണുന്നു പേഷ്യന്റിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, പേഷ്യന്റ് സിക്ക് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാനിക്ഡ് ആവരുത്. ഓക്കെ, നിങ്ങൾ പാനിക് ആയ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും കൂടി പാനിക്ഡ് ആവും. ഓക്കെ, പേഷ്യന്റും പാനിക് ആവും. പേഷ്യന്റിന് ഇപ്പോൾ ശ്വാസം മുട്ടാണെങ്കിൽ അതൊന്നും കൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ കാം ആയിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സീൻ വിട്ട് പോകാൻ പാടില്ല. കഴിയുന്നതും നിങ്ങൾ അവിടെ ഡോറിലേക്ക് നിന്നോ, അല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ വേറൊരു ബൈസ്റ്റാൻഡറിനോട് മറ്റേ നേഴ്സിനെ വിളിക്കാൻ പറയാം. നിങ്ങളുടെ കൂടെ അധികവും വേറൊരു നേഴ്സ് കൂടി ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ വാർഡില്, അപ്പൊ ആ നേഴ്സിനെ കൂടി വിളിക്കാൻ പറയാം. ആ നേഴ്സിനോട് വേണം നിങ്ങൾ പറയേണ്ടത് ആക്ടിവേറ്റ് കോഡ് RRT ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുക. ഓക്കെ, നിങ്ങൾ ആ സീൻ വിട്ട് പോയി കഴിഞ്ഞാൽ ഓടിപ്പോയി നിങ്ങൾ കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാനിക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇൻ കേസ് മറ്റേയാളെ വിളിച്ചിട്ട് മറ്റേയാളെ കിട്ടുന്നില്ല, മറ്റേയാളും വളരെ ബിസിയാണ്, വേറെ ഒരു സിക്ക് പേഷ്യന്റിനെ നോക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് ചിലപ്പോൾ RRT ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ പേഷ്യന്റിന് സെക്രീഷൻസ് ആണ്. ഇപ്പൊ പേഷ്യന്റ് വൊമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ വായിൽ ബ്ലഡ് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സെൻസോറിയം മോശമായി, വായിൽ പൂളിങ്ങോ സലൈവ് ഒക്കെ ഉണ്ട്, അതാണ് ഒരു ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ അധികം വാർഡ്സിലും നമുക്ക് സെൻട്രൽ സക്ഷൻ അവൈലബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സക്ഷൻ അപ്പാരറ്റസ് വാർഡ് ബോയില്, നമുക്ക് എല്ലാ വാർഡിലും ഒരു വാർഡ് ബോയിന്, എല്ലാ ഫ്ലോറിലും വാർഡ് ബോയ് ഉണ്ടാവും, അവരോട് പെട്ടെന്ന് എടുത്തിട്ട് വരാൻ പറയുക. ഓക്കെ, എന്നിട്ട് സക്ഷനിങ് ചെയ്യുക, എയർവേ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട നമ്മൾ കാര്യം. ഓൾറൈറ്റ്, അതിനുശേഷം പേഷ്യന്റ് പൊസിഷൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ് പേഷ്യന്റ് കംപ്ലൈന്റ് എങ്കിൽ എല്ലാ പേഷ്യൻസിനെയും നമ്മൾ പ്രോപ്പപ്പ് ചെയ്ത് ഇരുത്തുക. ഓക്കെ, കഴിയുന്നത് പിടിച്ച് കിടത്താതിരിക്കാൻ നോക്കുക, പേഷ്യന്റിനെ പ്രോപ്പപ്പ് ചെയ്ത് വെക്കുക. ഓൾറൈറ്റ്, ഇനി പേഷ്യന്റ് വോമിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ സീഷർ ആണ് ഉണ്ടാവുന്നത്, ഇപ്പൊ ഒരു സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ഉണ്ടായിക്കൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ സീഷർ ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യന്റ് കൺഫ്യൂസ്ഡ് ആണ്, വോമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് തിരിച്ചു കിടത്തുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എയർവേയിൽ സെക്രീഷൻസ് ഉണ്ടെങ്കിൽ സക്ഷൻ ചെയ്യുക, പേഷ്യന്റ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ പ്രോപ്പപ്പ് ചെയ്യുക, വോമിറ്റിങ്ങോ അല്ലെങ്കിൽ സീഷേഴ്സോ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് ചെരിച്ച് എടുക്കുക, ബൈസ്റ്റാൻഡറിനോട് അങ്ങനെ പിടിക്കാൻ പറയുക. അതിനുശേഷം നമ്മൾ വൈറ്റൽസ് എടുക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ എന്തായാലും RRT ആക്ടിവേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റ് ഹെൽപ്പിനുള്ള നഴ്സിനെയും കൂടി നമ്മുടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. ഓക്കെ, നമുക്ക് ഹെൽപ്പിന് വേണ്ടി. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ വൈറ്റൽസ് കംപ്ലീറ്റ് എടുക്കണം ഇനി. ഓക്കെ, അപ്പൊ ആദ്യം ഏതാ വേണ്ടത്? നമ്മൾ ഏറ്റവും പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന GRDs ഇല്ലേ, പിന്നെ പൾസ് ഓക്സിമീറ്റർ കണക്ട് ചെയ്ത് വെക്കുക നമുക്ക്. അപ്പോൾ പൾസ് റേറ്റും കിട്ടും, സാച്ചുറേഷനും കിട്ടും ഇല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ BP നോക്കുക. അപ്പൊ BP നോക്കുന്നത് ശ്രദ്ധിക്കുന്നത് കഴിയുന്നത് നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ച ഫിംഗറിൽ ആ കയ്യിലല്ല നോക്കേണ്ടത്, മറ്റേ കയ്യിൽ നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? പേഷ്യന്റ് റെസ്പിറേറ്ററി റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വർക്ക് ഓഫ് ബ്രീത്തിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുമ്പോൾ വളരെ ടാക്കിപ്നി ഉണ്ടോ, ആക്സസറി മസിൽസ്, നേസൽ ഫ്ലെയറിംഗ്, നെക്ക് മസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, പേഷ്യന്റ് ഭയങ്കര പ്രൊഫ്യൂസ്ലി സ്വെറ്റിംഗ് ഉണ്ടോ, വിച്ച് ഇസ് കോൾഡ് ആസ് ഡയഫോറസിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. റെസ്പിറേറ്ററി റേറ്റ് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീം ലീഡർ വന്നു കഴിയുമ്പോൾ നിങ്ങളോട് അത് ചോദിക്കും, വൈറ്റൽസ് എന്തൊക്കെയാണെന്നുള്ളത്. പീഡിയാട്രിക് പേഷ്യന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ടെമ്പറേച്ചർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അഡൽട്ട് പേഷ്യന്റിന് ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മളൊരു ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിലായിരിക്കില്ല. പക്ഷെ പേഷ്യന്റ് വളരെ ഹൈ ടെമ്പറേച്ചർ, ഇപ്പം നമ്മൾക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് ഒക്കെയാണ് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യന്റ് എങ്കിൽ അവിടെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നേഴ്സ് IV ആക്സസ് സെക്യൂർഡ് അല്ലേ എന്നുള്ളത് നോക്കുക.
അധികം പേഷ്യൻസും നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് IV ആക്സസ് ഉണ്ടായിരിക്കും. പക്ഷെ പേഷ്യന്റ് ചിലപ്പോൾ സീഷർ അടിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ IV ആക്സസ് ചിലപ്പോൾ ഔട്ടായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, ഡിസ്ലോജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു IV ആക്സസ് കൂടി ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കണം പേഷ്യൻറ്റിന്റെ ഡീറ്റെയിൽസ് ടീം ലീഡറിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ടീം ലീഡർ ആരാന്നുള്ള എത്രയും പെട്ടെന്ന് ചോദിക്കുക, മനസ്സിലാക്കുക, ടീം ലീഡറിന് ഹാൻഡ് ഓവർ ചെയ്യുക. ടീം ലീഡർ വന്ന പാടയിൽ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോഡ് ആക്ടിവേറ്റിംഗ് നേഴ്സ് ആരാന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നെക്സ്റ്റ് എന്താ ചെയ്യുക, നിങ്ങളും RRTന്റെ ഒരു ഭാഗമായി മാറി. ഇനി ആ ടീം ലീഡർ പറയുന്ന പോലെ ആ ടീമിനെ അസിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് കോഡ് ആക്ടിവേറ്റിംഗ് നേഴ്സിന്റെ. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കോഡ് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഒബ്വിയസ് ആയതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡിൽ വെച്ചിട്ടില്ല. ഓൾറൈറ്റ്, അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കൂടെയുള്ള ഡ്യൂട്ടിയുള്ള സ്റ്റാഫ് നേഴ്സിനെ ആണ് അധികവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മൾ പേഷ്യന്റിന് സക്ഷനിങ് വേണമെങ്കിൽ സക്ഷനിങ് കൊടുക്കുക, പൊസിഷനിൽ കിടത്തുക. ഏത് പൊസിഷനാണ് പേഷ്യന്റ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്ഡ് പൊസിഷൻ ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇനി വൈറ്റൽസ് എടുക്കുക. അപ്പം GRBS നോക്കണം, സാച്ചുറേഷൻ നോക്കണം, പൾസ് റേറ്റ് നോക്കണം, BP നോക്കണം, റെസ്പിറേറ്ററി റേറ്റ് നോക്കണം. പീഡിയാട്രിക്സിലാണ് ടെമ്പറേച്ചർ നോക്കണം. ഓക്കെ, ഇനി ഇത് നോക്കിയാൽ മാത്രം പോരാ, അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്റർവീൻ ചെയ്യാൻ വേണം. അപ്പോൾ ഒബ്വിയസ്ലി സാച്ചുറേഷൻ ലെസ് ദാൻ 90 ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓക്സിജൻ സപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ നമ്മൾ 25% ഡെക്സ്ട്രോസ് കൊടുക്കും. IV ആക്സസ് സെക്യൂർ ചെയ്യുക. നിങ്ങളുടെ RRT എത്തിയതിനു ശേഷം പേഷ്യന്റിന്റെ കണ്ടീഷൻ നമ്മൾ ടീം ലീഡറിന് ഹാൻഡ് ഓവർ കൊടുക്കുക. നമ്മൾ ആ ടീമിന് ഫർദർ അസിസ്റ്റൻസ് നൽകുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇല്ലേ, നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ ഈ SBAR എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. SBAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നമ്മൾ വളരെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആയിരിക്കും അല്ലെ, പേഷ്യന്റ് പെട്ടെന്ന് വാർഡിൽ നമ്മൾ വിചാരിക്കാതെ പേഷ്യന്റ് ബാഡായി, ബൈസ്റ്റാൻഡേഴ്സും അവിടെ തന്നെയുണ്ട്, അവര് പാനിക്ഡ് ആണ്, നമ്മളും പാനിക്ഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എത്രയും ഫാസ്റ്റ് ആയിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്നും മിസ്സാവാത്ത രീതിയിൽ ടീം ലീഡറിന് ഹാൻഡ് ഓവർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് SBAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വേറെ പല കമ്മ്യൂണിക്കേഷൻ ടൂളുണ്ട്, നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന SBAR എന്നുള്ളതാണ്. എന്തൊക്കെയാണ് SBARലെ കമ്പോണൻസ് നമുക്ക് നോക്കാം. S is for സിറ്റുവേഷൻ, അതായത് എന്തിനാണ് നിങ്ങൾ കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പേഷ്യന്റ് ഇപ്പം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന പേഷ്യന്റിന് പെട്ടെന്ന് ഒരു സ്ലറിംഗ് ഓഫ് സ്പീച്ച് വന്നു. ഓക്കെ, അല്ലെങ്കിൽ പേഷ്യന്റിന് പെട്ടെന്ന് ഒരു ഫോക്കൽ വീക്ക്നെസ് വന്നു, അല്ലെങ്കിൽ പേഷ്യന്റ് സീഷർ ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നലെ വരെ ചെറിയ ശ്വാസമുട്ടുകളായിരുന്നു, ഇന്ന് രാവിലെ ഇപ്പൊ പെട്ടെന്ന് ശ്വാസമുട്ട് കൂടി, സാച്ചുറേഷൻ ഫോൾ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സാച്ചുറേഷൻ ഫോൾ കണ്ടു, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ BP ഫോൾ കണ്ടു. അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങൾ കോഡ് ആക്ടിവേറ്റ് ചെയ്തത്. ഈ കാര്യമാണ് ആദ്യം നിങ്ങൾ പറയേണ്ടത്. കാരണം വരുന്ന ടീം ലീഡറിനോ ടീമിലെ ഒരു മെമ്പേഴ്സിനും ഈ പേഷ്യന്റിനെ പറ്റി ഒരു കണ്ടീഷനും അറിയില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പേഷ്യൻസിനെ ഇവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് B is for ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ ഏജ് എത്രയാണ്, പേഷ്യന്റിന്റെ കോമോബിഡിറ്റീസ് എന്താണ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, CAD, CKD പേഷ്യന്റ് ആണ്, അതൊക്കെ റെലവെന്റ് ആണ് ഇല്ലേ. ഡയബറ്റീസ് പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ DK പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ആവാം. ഓക്കെ, ഇനിയിപ്പോൾ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ആയിരുന്ന പേഷ്യന്റ് ആണ്, ഇപ്പൊ BP ഫോള് ചിലപ്പോൾ 180 പേഷ്യന്റ് നോർമൽ BP എങ്കിൽ ഇപ്പം 100 എത്തുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഹൈപ്പോ ടെൻഷൻ ആയി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ ഫോർ അഡ്മിഷൻ. എന്തിനാണ് പേഷ്യന്റ് ഇപ്പോൾ അഡ്മിറ്റ് ആയത്. പേഷ്യന്റ് ഇപ്പോൾ ചിലപ്പോൾ ഒരു സർജറിക്ക് വേണ്ടി പ്ലാൻഡ് അഡ്മിഷൻ ആയിരിക്കാം, പെട്ടെന്ന് ഇപ്പം മോശമായതാവാം. ഓക്കെ, നമ്മൾ വേറെ കമ്പോണൻസ്, വേറെ ഡിസീസ്, വേറെ കണ്ടീഷൻസ് സസ്പെക്ട് ചെയ്യണം. ഇനി ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തായിരുന്നു, പേഷ്യന്റ് സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് ഒരു COPD പേഷ്യന്റ് ആണ്, ഇപ്പൊ ഫീവർ ആയിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്, ഇപ്പൊ പ്ലാനിൽ നമ്മൾ IV ആന്റിബയോട്ടിക്സ്, നെബുലൈസേഷൻ, സപ്പോർട്ടീവ് കെയർ മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പോൾ ആന്റിബയോട്ടിക് കൊടുത്തതിന് ശേഷമാണ് പേഷ്യന്റ് കണ്ടീഷൻ പെട്ടെന്ന് മോശമായെന്ന് വിചാരിക്കുക, എന്തായിരിക്കാം, ഒരു അനഫൈലാക്സിസ് ആയിക്കൂടെ ഇല്ലേ. അപ്പൊ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ടീം ലീഡറിനോട്. ഓക്കെ, അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഇസ് അസസ്മെന്റ്. ഓൾറൈറ്റ്, അസസ്മെന്റിൽ പറയുമ്പോൾ നിങ്ങളുടെ വൈറ്റൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ്, പേഷ്യന്റിന്റെ വൈറ്റൽസ് എന്തൊക്കെയാണ് നിങ്ങൾ അസസ് ചെയ്തതെന്നുള്ളത്. അപ്പൊ അതിൽ റെസ്പിറേറ്റ്, സാച്ചുറേഷൻ, പൾസ് റേറ്റ്, BP, GRBS, ടെമ്പറേച്ചർ, എസ്പെഷ്യലി ഫോർ പീഡിയാട്രിക് പേഷ്യൻസ്. ഓക്കെ,
ഇനി റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഐഡന്റിഫൈ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നിങ്ങളുടെ റെസ്പോൺസ് തന്നെ. അപ്പോൾ കോഡ് ആക്ടിവേറ്റ് ചെയ്തു, അതുകൂടാതെ പേഷ്യന്റ് പൊസിഷൻ ചെയ്തു, പേഷ്യന്റ് സക്ഷൻ കൊടുത്തു, ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്തു, IV ലൈൻ സെക്യൂർ ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ള പറയണം. ഇനി എന്തൊക്കെയാണ് ഫെർദർ റിക്വയർമെന്റ്സ് എന്നുള്ളതും നമ്മൾ ഒരു ഡിസ്കഷനാണ്, ടീം ലീഡറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് SBAR എന്ന് പറഞ്ഞ ഹാൻഡ് ഓവർ ടൂൾ. കോഡ് ആക്ടിവേറ്റിംഗ് നേഴ്സ് ടീം ലീഡറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നെക്സ്റ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്പർ RRTയിലെ പറയുന്നത് നമ്മൾ ടീം ലീഡർ തന്നെയാണ്, ഇല്ലേ? അപ്പൊ ടീം ലീഡർ എന്താ ചെയ്യുക? വന്ന പാടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യന്റിനെ നോക്കും. ABCD അപ്രോച്ച്, അതായത് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ എന്നുള്ള ഒരു അപ്രോച്ച്, നമ്മൾ ACLS പാൽസ് അപ്രോച്ച്, ഇതെല്ലാം സെയിം തന്നെയാണ്, ഇല്ലേ? ആ ABCD അപ്രോച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ കോഡ് ആക്ടിവേറ്റിംഗ് നേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും യൂസിങ് SBAR ടൂൾ. ഓക്കെ, നൗ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഐഡന്റിഫൈ നമ്മൾ ഉടനെ ഇന്റർവീൻ ചെയ്യും. ഓക്കെ, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യില്ല, ICUലേക്ക് മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതാണ് RRTന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ABCD വൈറ്റൽസിന്റെ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, ഇനി ഈ ഡോക്ടറാണ്, ടീം ലീഡറിന്റെ ആണ് ഡിസിഷൻ, പേഷ്യന്റ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ അതോ അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓൾറൈറ്റ്, ഇനി ഈ ഒരു RRT ആക്ടിവേറ്റ് ചെയ്തത് നമ്മൾ ആ പേഷ്യന്റ് ആരുടെ അണ്ടറിലാണോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ കൺസൾട്ടന്റിനെ വിളിച്ചിട്ട് ടീം ലീഡർ സംസാരിക്കും. ഇങ്ങനെ RRT ഈ പേഷ്യന്റിന് വേണ്ടി വന്നിരുന്നു, അപ്പോൾ നമ്മൾ അസസ്മെന്റിൽ ഇന്നതാണ് കണ്ടത്. എഗെയിൻ SBAR എന്നുള്ള ടൂൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മുടെ അസസ്മെന്റിൽ ഇതാണ് കണ്ടത്, നമ്മുടെ ട്രീറ്റ്മെന്റും നമ്മുടെ റെക്കമെൻഡേഷൻസും ഇതാണ്, പേഷ്യന്റ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള കൺസൾട്ടന്റിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, കൺസൾട്ടന്റിന് ഓക്കെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്, അത് കൂടാതെ വളരെ ഇമ്പോർട്ടൻറ്റ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ള പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഓൾറൈറ്റ്, ഇനി അവിടെ വെച്ച് തീരുന്നില്ല, പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന വരെ ടീം ലീഡർ പേഷ്യന്റിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനി ICUയിൽ എത്തിയതിനു ശേഷം പേഷ്യന്റിന്റെ ഹാൻഡ് ഓവർ, ഇപ്പൊ ICU ഇന്റൻസിവിസ്റ്റും നേഴ്സുമാണ് വരുന്നതെങ്കിൽ ബാക്കി നേഴ്സസിന് ഹാൻഡ് ഓവർ കൊടുക്കണം. ED ഫിസിഷ്യൻ ആണ് കൂടെ പോകുന്നതെങ്കിൽ ICU ഡോക്ടറിന് ഹാൻഡ് ഓവർ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡോക്യുമെന്റേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ അസസ്മെന്റ് എന്തായിരുന്നു, നമ്മുടെ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കൺസൾട്ടന്റിനോട് എന്തൊക്കെ പറഞ്ഞു, നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനോട് എന്തൊക്കെ പറഞ്ഞു, എന്തിനാണ് നമ്മൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. ഓൾറൈറ്റ്, അപ്പൊ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ആണ് ടീം ലീഡറിനുള്ളത്. ഇനി ICU എന്ന് വരുന്ന നഴ്സിന്റെ റോൾ എന്താണ്? ICU എന്നാണ് നമ്മൾ അധികവും RRT ബാഗ് കൊണ്ടുവരുന്നുണ്ടാവുക, കോഡ് ബ്ലൂ ബാഗ്. നമുക്കിപ്പോൾ എല്ലാ ഫ്ലോറിലും നമുക്ക് ക്രാഷ് കാർട്ട് ഇല്ല, അപ്പോൾ ക്രാഷ് കാർട്ട് ഇല്ലാത്ത ഫ്ലോറിലേക്ക് നമ്മൾ RRT ബാഗ് വിച്ച് സെയിം ആസ് അവർ കോഡ് ബ്ലൂ ബാഗ്, എക്യുപ്മെന്റ്സ് ഒക്കെ സെയിം ആയതുകൊണ്ട് നമ്മൾ കോഡ് ബ്ലൂ ബാഗ് തന്നെയാണ് RRT കോഡ് വിളിക്കുമ്പോൾ കൊണ്ടുവരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അസിസ്റ്റ് ടീം ലീഡർ ഇൻ എയർവേ ആൻഡ് വെന്റിലേഷൻ മാനേജ്മെന്റ് അലോങ് വിത്ത് ദി റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഓക്കെ, അപ്പൊ ICU നഴ്സിന്റെ റോള് എയർവേയും വെന്റിലേഷൻ മാനേജ്മെന്റ് ആണ്, അത് ക്ലിയർ ആണ്. ഓൾറൈറ്റ്, ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന നഴ്സിന്റെ റോൾ എന്താണ്? നമ്മൾ എമർജൻസി എന്നാണ് ഡീഫിബ്രിലേറ്റർ കൊണ്ടുവരുന്നുണ്ടാവുക. പേഷ്യന്റിന്റെ ഋതം എന്താണെന്ന് നോക്കണ്ടേ? ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡീഫിബ്രിലേഷൻ കൊണ്ടുവരും. പേഷ്യന്റ് ചിലപ്പോൾ ഒരു അറിത്മി ഉണ്ടെങ്കിൽ കാർഡിയോവേർഷൻ ചെയ്യേണ്ടി വരും. പേഷ്യന്റ് ഇൻ കേസ് അറസ്റ്റിലേക്ക് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഡീഫിബ്രിലേഷനും നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ അസിസ്റ്റിംഗ് സർക്കുലേഷൻ മാനേജ്മെന്റ്. അപ്പോൾ ED നഴ്സിന്റെ റോള് സർക്കുലേഷൻ ആണ്. ഓക്കെ, ഇനി ഇത് ഹോസ്പിറ്റൽസിൽ അനുസരിച്ച് ഇതും വ്യത്യാസം വരാം കേട്ടോ, ഓരോരുത്തരുടെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫറൻസ് ഉണ്ടാവാം. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആണ് ഈ പറയുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഡീഫിബ്രിലേറ്റർ കൊണ്ടുവരിക, സർക്കുലേഷൻ മാനേജ് ചെയ്യുക, അതായത് IV ആക്സസ് ഒന്നും കൂടി വേണമെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുക, പേഷ്യന്റിന് വാസോപ്രസസ് അല്ലെങ്കിൽ അയണോട്രോപ്സസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ NTG സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ മെഡിക്കേഷൻസിന്റെ പ്രിപ്പറേഷനും IV എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ED നഴ്സ് ആയിരിക്കും. ഓക്കെ, കാർഡിയോവേർഷൻ വേണമെങ്കിൽ അത് ചെയ്യുന്നതും ED നഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് റോൾ എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ്. നഴ്സിംഗ് സൂപ്പർവൈസറാണ് ഓവറോൾ ടീമിന്റെ
ആക്ഷൻസ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, എസ്പെഷ്യലി നേഴ്സസിന്റെ ആക്ഷൻസ്. അപ്പൊ നേഴ്സസിന് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അവർ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറാണ് അതിൽ ഇന്റർവീൻ ചെയ്യുക, അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഒരു IV ആക്സസ് കിട്ടുന്നില്ല എന്ന് നഴ്സിംഗ് സൂപ്പർവൈസർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആയിരിക്കും, അവർക്കായിരിക്കും ചിലപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഓവറോൾ ടീമിന്റെ ആക്ഷൻ എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യും, അത് ടൈമിനനുസരിച്ച് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് നഴ്സിംഗ് സൂപ്പർവൈസറിന് RRTക്കും കോഡ് ബ്ലൂവിനും സെപ്പറേറ്റ് ആക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ, വിത്ത് ടൈം റെക്കോർഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റേഷൻ ചാർട്ട് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരെല്ലാം അതിൽ ഡോക്യുമെന്റ് ചെയ്യും. ഓക്കെ, ഇനി ഫെസിലിറ്റേറ്റ്സ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് ലൈക്ക് NIV സിറിഞ്ച് പമ്പ്. ഓക്കെ, ചില പേഷ്യൻസിന് നമ്മളിപ്പോൾ NRBM വെച്ച് മാത്രം ഓക്സിജൻ കൊടുത്താൽ പോരാ, വളരെ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ NIV സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ICU എന്നാണ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് RTന്റെ ഒപ്പം തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും. നമ്മൾ വാർഡ് ബോയിനെ ഉടനെ പറഞ്ഞു വിടുക, ICUലേക്ക് വിളിച്ച് പറയുക ഈ പേഷ്യന്റിന് വെന്റിലേറ്റർ NIVന്റെ ആവശ്യമുണ്ട്, എക്യുപ്മെന്റ്സ് എല്ലാം കൊടുത്തു വിടാൻ പറയാം. അതേപോലെ തന്നെ സിറിഞ്ച് പമ്പ്, ചിലപ്പോൾ വാസോപ്രസർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ NTG ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സിറിഞ്ച് പമ്പ് പറയുന്നുണ്ടാവും. അതെല്ലാം പ്രൊക്യൂർമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ജോബ്. ഓക്കെ, നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് പേഷ്യന്റ് ടു ദി ICU. അഗെയിൻ നമ്മൾ ട്രോളി അറേഞ്ച് ചെയ്യുക, ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക, ഓക്സിജൻ സിലിണ്ടർ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ജോലിയാണ്. ഓക്കെ, അത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്കി എല്ലാവരും പേഷ്യന്റ് കെയറിൽ ഇൻവോൾവ് ആണ്, നഴ്സിംഗ് സൂപ്പർവൈസർ മാത്രമേ ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്തേ ഉള്ളൂ. അപ്പം ദെയർ റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾസോ ടു കീപ് ദ റിലേറ്റീവ്സ് വെരി കാം. ഓക്കെ, എന്താ കാര്യം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. വളരെ PROന്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ, കാരണം PROന് എല്ലാം മെഡിക്കൽ കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറിന് ഒന്നുകൂടി അത് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഓവറോൾ സിറ്റുവേഷൻ ഒന്ന് കാമായി വെക്കാൻ നോക്കുക. മിസ്റ്റേക്സ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ ആൻഷ്യസ് ആയിട്ട് ഒരു എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ എല്ലാവരുടെ സൈഡിൽ നിന്നും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് വിളിച്ച് പറയാതെ നമ്മൾ വളരെ കാമായിട്ട് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ മൊത്തം സിറ്റുവേഷൻ കാമാക്കി വെക്കാൻ വേണ്ടി നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ട്. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണ് NIV മെഷീൻ സെറ്റപ്പ് ചെയ്യുക, NIV തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക, ടൈട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആവശ്യമാണെങ്കിൽ ഇൻറ്റുബേഷൻ ചെയ്യേണ്ടി വരിക, വെന്റിലേഷൻ ഒക്കെ ആവശ്യമാണെങ്കിൽ അതിനും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ടീം ലീഡറിനെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, അലോങ് വിത്ത് ദി ICU നഴ്സ്. ഇനി നെക്സ്റ്റ് PROന്റെ റോൾ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ. വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു കീപ് ദ റിലേറ്റീവ്സ് കാം. റിലേറ്റീവ്സിനെ വളരെ കാമാക്കി വെക്കുക. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത്, ആരൊക്കെയാണ് വന്നതെന്നുള്ള PRO പറഞ്ഞു കൊടുക്കണം. കാരണം ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ആണ് ഡോക്ടേഴ്സ് ആരും വന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ ED ഫിസിഷ്യൻ ആണെങ്കിൽ എന്നെ പോലെ ഞാനാണിപ്പോ വരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു സ്ക്രബിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഡോക്ടറാണ് കഴുത്തിൽ സ്റ്റെത്ത് ഇല്ല എന്നൊക്കെ ചിലപ്പോൾ ഡോക്ടർ ആണോ എന്ന് മനസ്സിലാവണം എന്നില്ല. ഓക്കെ, ബൈസ്റ്റാൻഡേഴ്സിന്. അപ്പൊ PRO പറഞ്ഞ് മനസ്സിലാക്കണം, ആ വന്നിരിക്കുന്നത് ICUലെ എമർജൻസി ഡോക്ടറാണ്. ഓക്കെ, അല്ലെങ്കിൽ ICUലെ ഇന്റൻസിവിസ്റ്റ് ഡോക്ടറാണ് വന്നിരിക്കുന്നത്, അദ്ദേഹം ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, അവര് നോക്കിക്കോളും, നിങ്ങൾ സമാധാനിക്കൂ. ചിലപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ മോശമായതായിരിക്കും ആയിട്ടുണ്ട്, അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ ICUലേക്ക് മാറ്റേണ്ടി വരുന്ന ഒന്ന് പ്രൈം ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് PROന്റെ റെസ്പോൺസിബിലിറ്റി. കഴിയുന്നതും റിലേറ്റീവ്സിനെ കാമാക്കി വെക്കുക. കാരണം അവിടെ നമ്മൾ റിജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ റിലേറ്റീവ്സ് ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ, അവർ വന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ അത് ബാധിക്കും. ഓക്കെ, അപ്പൊ കഴിയുന്നതും അവരെ പുറത്തേക്ക്, റൂമിന്റെ പുറത്തേക്ക് മാറ്റിയിരുത്തുക, അവരോട് സമാധാനിപ്പിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, കഴിയുന്നത് അവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നഴ്സിംഗ് സൂപ്പർവൈസറും PROയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവരെ കഴിയുന്നത് എവിടെയെങ്കിലും ഇരുത്തുക, അവിടെ ഇവിടെ നിർത്തരുത്. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പറയാം. പിന്നെ നമുക്ക് 2 വാർഡ് ബോയ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് വാർഡ് ബോയ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഫ്ലോറിൽ തന്നെ ഡ്യൂട്ടിയുള്ള വാർഡ് ബോയ് ആയിരിക്കും. അദ്ദേഹം ആയിരിക്കും ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവരിക, സക്ഷൻ ഡിവൈസ് കൊണ്ടുവരിക. ഇൻ കേസ് നമുക്ക് സെൻട്രൽ ഓക്സിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അഡീഷണൽ എക്യുപ്മെന്റ് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, ഇനി ഇദ്ദേഹം പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി സെക്കൻഡ് വാർഡ് ബോയിന്റെ വർക്കാണ്, അദ്ദേഹമാണ് ഇപ്പൊ താഴേന്ന് ഇപ്പൊ മേലത്തെ ഫ്ലോറിലേക്കാണ് ട്രോളി കൊണ്ടുവരിക, പേഷ്യന്റ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ട ട്രോളി കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റിംഗ് ഷിഫ്റ്റിംഗ് ദി പേഷ്യന്റ് ടു ദി ICU. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ടീം മെമ്പേഴ്സിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞത്. നമ്മുടെ 2 ഡോക്ടേഴ്സിന്റെ പറഞ്ഞു,
4 നഴ്സസിന്റെ പറഞ്ഞു, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, PRO, വാർഡ് ബോയ്സ്, ഇവരെല്ലാം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു. ഇതുകൂടാതെ സെക്യൂരിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ആ ലിഫ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് RRTയിൽ വരുമ്പോൾ ഈ ടീം എന്തൊക്കെ എക്യുപ്മെന്റ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, എക്യുപ്മെന്റ് മാത്രമല്ല, ആ പേഷ്യന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ എന്തൊക്കെ എത്തിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്രാഷ് കാർട്ട്, ഈ ക്രാഷ് കാർട്ടിൽ അഡൽട്ട് എക്യുപ്മെന്റ്, പീഡിയാട്രിക് എക്യുപ്മെന്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് മാത്രമല്ല പല ഹോസ്പിറ്റൽസിലും ഇതൊരു വേസ്റ്റ് ഓഫ് റിസോഴ്സസ് ആയി മാറാം. എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു RRT ഉണ്ടാവണമെന്നില്ല, എപ്പോഴും വാർഡിലെ പേഷ്യൻസ് ക്രാഷ് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 95% പേഷ്യൻസും സ്റ്റേബിൾ പേഷ്യൻസ് ആയിരിക്കും നമുക്ക് വാർഡിൽ ഉണ്ടാവുക. ഓക്കെ, അത് ഹോസ്പിറ്റലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം കേട്ടോ. നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ICU അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ സിക്കായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ വാർഡിൽ കടത്തുന്നുണ്ടാവും. വളരെ എൽഡർലി പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വളരെയധികം കോമോബിഡിറ്റീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റേബിൾ ആണെങ്കിൽ പോലും അടുത്ത മിനിറ്റിൽ ചിലപ്പോൾ ക്രാഷ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ക്രാഷ് കാർട്ട് നമുക്കിപ്പോൾ എല്ലാ ഫ്ലോറിലും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ക്രാഷ് ബാഗ് കൂടി കൊണ്ടുവരുന്നു. അതിന് നമ്മൾ RRT ബാഗ് അല്ലെങ്കിൽ കോഡ് ബ്ലൂ ബാഗ് എന്നൊക്കെ പറയും. ഓക്കെ, ഇനി നമ്മുടെ അഡൽട്ടിന് വേറൊരു ബാഗ് ഉണ്ട്, പീഡിയാട്രിക്കിന് സെപ്പറേറ്റ് ബാഗ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ ബാഗ് ഉണ്ട്. അതിൽ ബൂജി ഉണ്ട്, എയർവേ ഇൻറ്റുബേഷന്റെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ആംബു ബാഗ് ഉണ്ട്, സക്ഷൻ ഡിവൈസസ്, എയർവേ, ബാക്കി ഓറോഫാരഞ്ചൽ എയർവേ, നേസോഫാരഞ്ചൽ എയർവേ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട സക്ഷൻ അപ്പാരറ്റസ്, ഓക്സിജൻ സപ്ലൈ. സെൻട്രൽ സപ്ലൈ ഇല്ലെങ്കിൽ ഇത് പോർട്ടബിൾ സക്ഷൻ ഡിവൈസും ഓക്സിജൻ സിലിണ്ടറും അവിടെ എത്തിക്കണം. ഓക്കെ, നെക്സ്റ്റ് പൾസ് ഓക്സിമീറ്റർ, BP അപ്പാരറ്റസ്. ഇത് ഓൾറെഡി നമുക്ക് വാർഡിലുള്ള കാര്യങ്ങളാണ്. അത് പേഷ്യന്റ് ബെഡ് സൈഡ് എത്തി ആദ്യം തന്നെ നമ്മൾ കോഡ് ആക്ടിവേറ്റിംഗ് നേഴ്സ് വൈറ്റൽസ് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ED കൊണ്ടുവരുന്നത് ഡീഫിബ്രിലേറ്റർ കൊണ്ടുവരുന്നു. ICU NIV വിത്ത് മാസ്ക് ആൻഡ് ട്യൂബിങ്സ്. ഓക്കെ, ഇത് ചിലപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നുണ്ടാവാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ പിന്നീട് എടുക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെയാണ് സിറിഞ്ച് പമ്പ് വിത്ത് IV ട്യൂബിങ്സ്. ഓക്കെ, നമ്മളിപ്പോൾ കോഡ് ബ്ലൂല് ഇല്ലാത്ത കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് ഈ രണ്ടെണ്ണം NIV. കാരണം പേഷ്യന്റ് അറസ്റ്റിലാണെങ്കിൽ നമുക്ക് NIVന്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ ആംബു ചെയ്തിട്ടാണ് പേഷ്യന്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോട്ടോകോൾ. ഓക്കെ, അതേപോലെ തന്നെ സിറിഞ്ച് പമ്പ് നമ്മൾ ആവശ്യമാണെങ്കിൽ അന്നേരം ICUന്ന് എടുക്കുന്നതാണ് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെയാണ് RRTക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ എക്യുപ്മെന്റ്സിനെല്ലാം നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ചെക്ക് ലിസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കോഡ് ബ്ലൂ ബാഗ്, RRTയിലെ ബാഗ്, അതിലെ എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടോ എന്നുള്ള ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് നമ്മൾ നോക്കണം. ഓക്കെ, അത് ICUലെ സ്റ്റാഫിന്റെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ. ഇപ്പൊ ക്രാഷ് കാർട്ടാണ് ഓരോ ഫ്ലോറിലുള്ളെങ്കിൽ ആ ഫ്ലോറിൽ ക്രാഷ് കാർട്ടിലെ എക്യുപ്മെന്റ്സിൽ ചെക്ക് ലിസ്റ്റ് നോക്കണം. എല്ലാം ഇല്ലേ എന്നുള്ളത് എൻഷുർ ചെയ്യണം. എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ നഴ്സിംഗ് സൂപ്പർവൈസറിനോട് പറഞ്ഞ് ആ എക്യുപ്മെന്റ് പ്രൊക്യൂർ ചെയ്തിരിക്കണം. ഓക്കെ, ഇത് നോക്കുന്നത് എന്താ വെച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പ്രൊക്യൂർ ചെയ്യുക, അത് ഇൻഫോം ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇന്റിബേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ലാരിംഗോസ്കോപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് പേഷ്യന്റിനെ വളരെ മോശമായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡ്രഗ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ള എൻഷുർ ചെയ്യാം. ഒരു കോഡ് വിളിച്ചു കഴിഞ്ഞാൽ ആ കോഡ് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ലിസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. അതിൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ റീപ്ലേസ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഫുൾ ലിസ്റ്റ് നമ്മൾ ഒന്നും കൂടി ഒരു കോഡ് ഡീആക്ടിവേറ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് നമ്മൾ ബാഗ് റീഫില്ല് ചെയ്ത് വെച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ചൊരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ എന്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു, എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്തിനാണ് RRT ടീം ഹോസ്പിറ്റൽ ആവശ്യമുള്ളത്, എന്തിനാണ് ഈ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കോഡ് ബ്ലൂ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, കോഡ് RRT എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അറസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കോഡ് ബ്ലൂ, അറസ്റ്റിൽ പോകാൻ സാധ്യതയായിട്ട് പേഷ്യന്റ് ഇപ്പൊ സിക്ക് ആണെന്നുണ്ടെങ്കിൽ കോഡ് RRT. ഇനി നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് RRT ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അഡൽട്ടിൽ സെപ്പറേറ്റ് പഠിച്ചു, പീഡിയാട്രിക്കിൽ സെപ്പറേറ്റ് പഠിച്ചു. പീഡിയാട്രിക്കിൽ ഏജ് വൈസ് വൈറ്റൽസ് വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ RRT ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടുത്തെ നമ്പർ #500 വളരെ കാമായിട്ട് വേണം നമ്മൾ കോഡ് RRT അനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി RRT ആക്ടിവേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, എവിടെ നിന്നൊക്കെ ആരൊക്കെ വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു.
RRTയിലെ മെമ്പേഴ്സ് മിനിമം ആരൊക്കെ ഉണ്ടായിരിക്കും. ഇതും ഹോസ്പിറ്റൽസിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവാം കേട്ടോ. നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, ഇനി ഓരോരുത്തരുടെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന SBAR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, അസസ്മെന്റ്, റെക്കമെൻഡേഷൻ. ഓക്കെ, ഇനി ഫൈനലി RRTയിൽ വേണ്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, അതിൽ നോക്കേണ്ട ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ്. നേരത്തെ കാണിച്ച ചെക്ക് ലിസ്റ്റിന്റെ ഒരു പേജേ ഉള്ളൂ, അങ്ങനത്തെ 4 പേജ് ഉണ്ട് അതിന്റെ പുറകിൽ കേട്ടോ. അപ്പം കുറെ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ആ ഒരു ചെറിയ ബാഗിൽ നമ്മൾ ഒളിച്ച് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ടേക്ക് ഹോം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഈ വൈറ്റൽസ് ഒന്നും നോക്കാൻ ഉള്ള സമയം കിട്ടിയില്ല, പക്ഷെ പേഷ്യന്റ് സിക്ക് ആണെന്ന് നിങ്ങൾക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, ആക്ടിവേറ്റ് കോഡ് RRT. ദാറ്റ്സ് എ ടേക്ക് ഹോം പോയിന്റ്. ഓൾറൈറ്റ്, so എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can contact me in this number. Alright, this is my WhatsApp contact and this is my Instagram page, and keep learning and be brave, be confident. Okay, thank you so much.